ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 8ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണല്ലേ. സുശീൽ ശുക്ലിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കവിതയായിരുന്നു പേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കഹാനിയാണ്. കഹാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കഥ എന്നാണ് അർത്ഥം. കഥയുടെ പേര് ജൂലിയ ഔർ ലൂണ. എഴുതിയത് നേഹ സിംഹാണ് ഇത് എഴുതിയത്. അപ്പോൾ ജൂലിയ ഔർ ലൂണ എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുടെ പേരാണല്ലേ. അപ്പോൾ ആരാണ് ഈ ജൂലിയ എന്നൊക്കെ അറിയണ്ടേ? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഭാഗത്ത് ജൂലിയനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജൂലിയ ലോറൻസ് ഹിൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയെ കുറിച്ചിട്ട്, സാഹിത്യകാരിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരാണ് ഈ ജൂലിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ജൂലിയനെ കുറിച്ചിട്ട്. അപ്പോൾ ജൂലിയ लॉरेन हिल. जूलिया लॉरेन हिल का जन्म 18 फरवरी 1974 को मिसौरी के माउंट वर्नन यूएस में हुआ. अब जूलिया बटरफ्लाई हिल के नाम से जानी जाती है. अब एक सफल लेखिका, अमेरिकी पर्यावरण कार्यकर्ती और प्रेरक वक्ता है. आप जंगलों पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 और 18 दिसंबर 1999 के बीच 738 दिन 200 फुट 61 मीटर ऊंचे लगभग 1000 साल पुराने കാലിഫോർണിയ റെഡ്വുഡ് പേഡ് में रही. അപ്പോൾ എന്താ പറയുന്നത്? ജൂലിയ ലോറൻ का ജന്മ എപ്പോഴാണ്? ജൂലിയ ലോറൻ ഹിൽ എന്ന് പറയുന്ന വ്യക്തി, സാഹിത്യകാരി ജനിച്ചത് ജന്മ 18 ഫെബ്രുവരി 1974 അല്ലേ. ഫെബ്രുവരി 18 1974 ഇവർ ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? മിസോറിക്ക് മൗണ്ട് വെർണോൺ എന്ന ഒരു സ്ഥലത്താണ്. അത് US-ലുള്ള ഒരു സ്ഥലത്താണ്. മേ ഹുവ, ജനിച്ചു എന്നാണ് അർത്ഥം. അബ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സെ ജാനി ജാത്തി ഹെ. അപ്പോൾ അവർ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന പേരിലാണ് ജാനി ജാത്തി ഹെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. अब एक सफल लेखिका, अमेरिकी पर्यावरण कार्यकर्त्री और प्रेरक वक्ता है. അപ്പോൾ ആപ്പ് ഏക്ക് സഫൽ ലേഖിക എന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എഴുത്തുകാരിയും, ലേഖിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരിയാണ്. അമേരിക്കി പര്യാവരൺ കാര്യകർത്തി അല്ലേ. അമേരിക്കയിലെ പരിസ്ഥിതി, പര്യാവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി, കാര്യകർത്തി എന്ന് വെച്ചാൽ പ്രവർത്തക എന്നാണ് അർത്ഥം. അപ്പോൾ അവർ അമേരിക്കയിലുള്ള പര്യാവരൺ കാര്യകർത്തിയാണ്, പരിസ്ഥിതി പ്രവർത്തകയാണ്. और പിന്നെയോ ഏക്ക് പ്രേരക വക്താ ഹെ അല്ലേ, ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. പ്രേരക വക്ത എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കർ എന്നാണ് അർത്ഥം. आप जंगलों पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 और 18 दिसंबर 1999 के बीच 738 दिन. എന്താ പറയുന്നത്? ആപ്പ് ജംഗളോം പേടോം കി കട്ടായി റോക്കനെ കെ ലിയെ. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? മരങ്ങളുടെയും മരങ്ങളും കാടും നശിപ്പിക്കുന്നതിനെതിരായിട്ട്, കട്ടായി രോക്കന എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരായിട്ട്, അത് മുറിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് 10 ഡിസംബർ 10 1997 18 ഡിസംബർ 1999 ഇടയിലുള്ള കെ ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിലുള്ള 738 എന്ന് വെച്ചാൽ 738 ദിൻ എന്ന് വെച്ചാൽ ദിവസം 200 ഫൂട്ട് 200 ഫൂട്ട്
എന്ന് വെച്ച് കഴിഞ്ഞാൽ 61 മീറ്ററാണ്. ഊഞ്ചെ എന്ന് വെച്ചാൽ ഉയരമുള്ള ലഗ്ഭഗ് ഏകദേശം 1000 സാൽ പുരാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കൊല്ലം പഴക്കമുള്ള 1000 കൊല്ലം വർഷം മുമ്പ് ഉള്ള കാലിഫോർണിയ റെഡ്വുഡ് പേടുമേ രഹി. അപ്പോൾ നിങ്ങൾ റെഡ്വുഡ് മരങ്ങളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടെയാണ് ഇവർ താമസിച്ചത്. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ജംഗളവും പേടവും കോ കട്ടായി രോക്കിനേക്കില്ലേ, വനനശീകരണത്തിനും മരങ്ങൾ മുറിക്കുന്നതിനും നിർത്താൻ വേണ്ടിയിട്ട്, തടയുന്നതിന് വേണ്ടിയിട്ട് ഡിസംബർ 10, 1997 18 ഡിസംബർ 1999 ഇടയിലുള്ള 738 ദിവസം എവിടെയാണ് ജീവിച്ചത്? അതും 200 ഫുട്ട് ഊഞ്ച് അല്ലേ, 200 മീറ്റർ ഉയരത്തില്ല. അത്രയും വലിയ മരത്തിൻ്റെ, റെഡ്വുഡ് മരത്തിൻ്റെ മുകളിലാണ് അവർ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നത്. ആ മരത്തിന് ഏകദേശം 1000 കൊല്ലം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി പറയുന്നത് ജൂലിയ पेड़ के शीर्ष के पास एक തമ്പു മേ രഹി തി. അപ്പോൾ ജൂലിയ എന്ന് പറയുന്ന ഈ എഴുത്തുകാരി എന്താ, പേട് കെ ശീർഷ കെ പാസ്, മരത്തിൻ്റെ ഹെഡ് ഓഫ് ദ ട്രീയിൽ അതിൻ്റെ അടുത്തായിട്ട് ഏക്ക് തമ്പു മേ രഹി തി, ഒരു ടെൻറ്റ്. തമ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? തമ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, തമ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ചിട്ടാണ് അവിടെ അവർ ജീവിച്ചിരുന്നത്. താക്കി പസഫിക് ലേബർ കമ്പനിക്ക് ലക്കട്ട്ഹാരെ ഉസെ കാട്ട് ന സക്കെ. എന്തുകൊണ്ടാണ് അവർ എന്തുകൊണ്ടെന്നാൽ പസഫിക് ലേബർ കമ്പനിയിലെ ലക്കട്ട്ഹാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം വെട്ടുകാർ ഇസെ കാട്ട് ന സക്കെ, ഇതിനെ മുറിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിന് മുറിക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മരത്തിൻ്റെ മേലെ ടെൻ്റ് അടിച്ച് താമസിച്ചത്. ആ റെഡ്വുഡ് മരത്തിൻ്റെ മേലെയാണ് ഇവർ താമസിക്കുന്നത്. 738 ദിവസമാണ് അല്ലേ? ഇത്രയും സമയം ഒരു മരത്തിൻ്റെ മുകളിൽ താമസിക്കുകയെന്ന് വെച്ചാൽ അത് കുറഞ്ഞ പണിയാണോ അല്ലേ? വേ അന്തദഹ पेड़ को बचाने के लिए लेबर कंपनी के साथ एक समझौते पर पहुंची. वे अंततः അവസാനം ഫൈനൽ पेड़ को बचाने के लिए, മരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ബച്ചാനെ के लिए എന്ന് വെച്ചാൽ എന്താണ്, രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ടു സേവ് ദ ട്രീ ലേബർ കമ്പനിക്ക് സാത്ത് ഏക്ക് സംജോത്തെ പർ പഹുഞ്ച്. എന്താണ് സംജോത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ്. അപ്പോൾ ലേബർ കമ്പനിയോട് ഒരു ഒത്തുതീർപ്പിന് എത്തിച്ചേരുന്നു. वह पेड़ प्यार से लूना के नाम से जाना जाता था. वह पेड़, ആ മരം, ആ റെഡ്വുഡ് മരം, പ്യാർ സെ വളരെ സ്നേഹത്തോടു കൂടി, ലൂണ കെ നാം സെ അല്ലെ, ലൂണ എന്ന പേരിൽ ജാനാ ജാത്ത അറിയപ്പെട്ടിരുന്നു. जूलिया ने सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. जूलिया सन 2000 में 2000 കൊല്ലത്തിൽ 2000 കൊല്ലം 2000 അപ്പനെ പേട് പർ ബൈറ്റിനേക്ക്, തൻ്റെ പേട് പർ എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിൽ ബൈറ്റിനേക്ക് ഇരിക്കുന്നതിൻ്റെ അനുഭവക്കെ ബാരേമേ, അനുഭവങ്ങളുടെ കുറിച്ച് ഏക്ക് കിതാബ് പ്രകാശിപ്പിക്കി, ഒരു പുസ്തകം പ്രകാശിപ്പിച്ചു, പബ്ലിഷ് ചെയ്തു. നാം ഹെ ലെഗസി ഓഫ് ലൂണ. ആ പുസ്തകത്തിൻ്റെ പേരാണ് ലെഗസി ഓഫ് ലൂണ എന്ന പേരിലായിരുന്നു ആ പുസ്തകം പ്രകാശിപ്പിച്ചത്. അപ്പോൾ ഇത്രയാണ് ജൂലിയ ഓർ ലൂണയെ കുറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കഹാനിയിലേക്ക് നോക്കാം. एक रोज़ कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. एक लड़की उन्हें देख लिया. वह झट पेड़ पर चढ़ गई. आदमियों ने पहले उसे समझाया, फिर धमकाया, बहुत डराया. मैं नहीं उतरूँगी. लड़की चिल्लाई और एक शाखा पर जा बैठी.
आदमियों ने सोचा आखिर कभी तो उतरेगी, तब काटेंगे पेड़ की। दिन हफ्ते महीने बीत गए पर लड़की तो उतरी ही नहीं। लोगों को जब पता चला तो उसके लिए ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. एक रोസ് എന്ന് വെച്ചാൽ एक दिन എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം കുച്ച് ഹട്ടെ കട്ടെ എന്താണ് നല്ല ബലവാനായിട്ടുള്ള ആൾക്കാർ അല്ലേ. ഹട്ടെ കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തടിമിടുക്കുള്ള ആൾക്കാർ, ആദ്മി ആളുകൾ. ഏക്ക് ബഡേസെ പേടുക്കോ, ഏക്ക് ബഡേസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മരത്തിനെ കാട്ടിനെ പഹൂഞ്ചെ. കാട്ടിനെന്ന് വെച്ചാൽ ടു കട്ട്, മുറിക്കുകയാണ്. ടു കട്ട്, കാട്ടിനെ പഹൂഞ്ചെ, മുറിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. एक लड़की ने उन्हें देख लिया. एक लड़की, ഒരു പെൺകുട്ടി, उन्हें അവരെ देख लिया, കണ്ടു. एक लड़की ने उन्हें देख लिया എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവരെ കണ്ടു, ആ മരം വെട്ടുകാരെ കണ്ടു. वह झट पेड़ पर चढ़ गई. वह झट എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പേട് പർ എന്താ മരത്തിന് മുകളിൽ ചടുകൈ കയറി അല്ലേ, ക്ലൈംബ് ചെയ്തു അല്ലേ. വഹ് ജഡ് പേട് ചടുകൈ, മരത്തിൻ്റെ മേലേക്ക് പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ മേലെ കയറി. ആദ്മിയോനെ പെഹലെ ഉസെ സംജായ. ആദ്മിയോനെ ആ ആളുകൾ, മരമെട്ടുകാർ, പെഹലെ ആദ്യം, ഉസെ അവളെ, സംജായ അവളെ മനസ്സിലാക്കിപ്പിച്ചു. എന്നാണ് മനസ്സിലാക്കിപ്പിച്ചത്? ഫിർ ദം കായ. ദം കാനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഭീഷണി അല്ലേ. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നിട്ടും വഴങ്ങുന്നില്ല എന്നുള്ളപ്പോൾ ഭീഷണിയായി അല്ലേ. അപ്പോൾ ആദ്യം മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു, പിന്നെ ഭീഷണിയാക്കി മാറ്റി അവർ അല്ലേ. അപ്പോൾ ദംകായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിയാണ്, ഭീഷണിപ്പെടുത്തി. പിന്നെയോ ബഹുത്ത് ഡറായ. ഡറാന എന്ന് വെച്ചാൽ പേടിപ്പിച്ചു അല്ലേ. പിന്നെന്ത് ചെയ്തു? പേടിപ്പിച്ചു. മേ നെഹി ഉത്തരൂങ്കി. പക്ഷേ ഈ പെൺകുട്ടി എന്താണെന്ന് നല്ല കട്ടക്ക് തന്നെ നിൽക്കുകയാണല്ലേ. മേ നെഹി ഉത്തരൂങ്കി. ഉത്തരനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുക. നെഹി ഉത്തരൂങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങില്ല. മേ നെഹി ഉത്തരൂങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മരത്തിൻ്റെ മേലെ നിന്നും ഇറങ്ങില്ല. ലഡ്ക്കി ചില്ലായി ഓർ ഏക്ക് ശാഖാ പർ ജാ ബൈട്ടി. ലഡ്ക്കി ചില്ലായി. ചില്ലാനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിളിച്ചു. എന്താ ചെയ്തത്? നിലവിളിക്കുക. നിലവിളിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഏക്ക് ശാഖ. ശാഖ എന്ന് വെച്ചാൽ ചില്ല. ഏക്ക് ശാഖാ പർ ജാ ബൈട്ടി, പോയി ഇരുന്നു. ലഡ്ക്കി ചില്ലായി. ആദ്യം നിലവിളിച്ചു. ചില്ലാനാന്ന് വെച്ചാൽ നിലവിളിക്കുക. ചില്ലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിളിച്ചു. ഔർ ഏക്ക് ശാഖാ പർ ജാ ബൈട്ടി, എന്നിട്ട് ഒരു ചില്ലയിൽ പോയി ഇരുന്നു. ओके, उसके बाद क्या हुआ? आदमियों ने सोचा आखिर कभी तो उतरेगी. എന്താ ആദ്മിയോനെ സോച്ച എന്ന് വെച്ചാൽ ആ മരം വെട്ടുകാർ ചിന്തിച്ചു. സോച്ചന മീൻസ് സോച്ച മീൻസ് ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? കബി തോ ഉത്തരേഗി. സോച്ച എന്ന് വെച്ചാൽ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? കബി തോ എപ്പോഴെങ്കിലും, ആഖിർ ആഖിർ അവസാനം, അവസാനം അവസാനം കഭീത്തോ എപ്പോഴെങ്കിലും ഉത്തരേഗി ഇറങ്ങുമല്ലോ. എപ്പോഴും ആ മരത്തിൻ്റെ മേലെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ആഖിർ കഭീത്തോ ഉത്തരേഗി, അവസാനം എപ്പോഴെങ്കിലും ഒരു ദിവസം ഇറങ്ങേണ്ടി വരുമല്ലോ. തബ് കാട്ടേങ്കെ പേടുക്കോ,
അപ്പം മുറിക്കാം. കാട്ടേങ്കെ എന്ന് വെച്ചാൽ മുറിക്കാം. പേടുക്കോ എന്തിനാണ് മുറിക്കേണ്ടത്? മരത്തിനെ. അപ്പോൾ എപ്പോഴെങ്കിലും മരത്തിൻ്റെ മേലെ നിന്ന് ഇറങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മരത്തിനെ അങ്ങ് വെട്ടിക്കളയാം. തബ് കാട്ടേങ്കെ പേടുക്കോ അല്ലേ? അപ്പം നമ്മൾ മരത്തിനെ മുറിക്കാം. ദിൻ ഹഫ്തെ മഹീനെ ബീത്ത് ഗയേ അല്ലേ? ദിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം, ഹഫ്തെ എന്ന് വെച്ചാൽ ആഴ്ചകൾ, മഹീന എന്ന് വെച്ചാൽ മാസങ്ങൾ, ബീത്ത് ഗയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി അല്ലേ? ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. പക്ഷേ ലടുക്കി തോ ഉത്തരി ഹി നെഹി, പക്ഷേ ലടുക്കി ആ പെൺകുട്ടി തോ ഉത്തരി ഹി നെഹി, അവർ വിട്ടുകൊടുക്കില്ല അല്ലേ? ആ കുട്ടി എന്താ വിട്ടുകൊടുക്കുന്നില്ല? എന്താ? ഉത്തരി ഹി നെഹി, താഴേക്ക് ഇറങ്ങിയതേ ഇല്ല. ലോഗോं को जब पता चला तो उसके लिए എന്താ? ലോഗോं को ആളുകൾക്ക്, അവിടെയുള്ള പരിസരവാസികൾക്ക്, തബ് ജബ് പത്താ ചലാത്തോ എപ്പോഴാണോ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നത്, ഒരു പെൺകുട്ടി ഇങ്ങനെ എന്താ ഒരു മരത്തിൻ്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് उसके लिए खाना पानी स्टव किताबें गद्दा कंबल कपड़े सब ले आए. शुक्रिया. लड़की चहचहाई. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. बारिश आई, सर्दी आई, भयंकर आंधी तूफान आए, बर्फ पड़ी, पर पेड़ ने लड़की को बचा के रखा और लड़की ने पेड़ को. എന്താ പറയുന്നത്? उसके लिए खाना पानी स्टव किताबें गद्दा कंबल कपड़े सब ले आए. लोगों को जब पता चला कि അല്ലേ, ആളുകൾക്ക് മനസ്സിലായി അല്ലേ, അവിടെ ഒരു മരത്തിൻ്റെ മേലെ ആ കുട്ടി മരം മുറിക്കുന്നതിന് എതിരായിട്ട് ഇതാ പോരാടുന്നുണ്ടെന്ന് മനസ്സിലായതോടു കൂടി ഉസ്കേലിയെ അവൾക്ക് വേണ്ടി ഖാന എന്ന് വെച്ചാൽ ഭക്ഷണം അല്ലേ? ഭക്ഷണത്തിനെയാണ് ഖാന എന്ന് പറയുന്നത്. സ്റ്റൗ, അപ്പോൾ പാനി അല്ലേ, വെള്ളം. സ്റ്റൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ സ്റ്റൗ ആവശ്യമുണ്ടല്ലോ, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗ കൊടുത്തു. കിതാബെ പുസ്തകങ്ങൾ കൊടുത്തു. ഗദ്ദ എന്ന് വെച്ചാൽ മെത്ത കൊടുത്തു. പിന്നെയോ കമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിളി പുതപ്പ് അല്ലേ? കമ്പിളി കപ്പടെ വസ്ത്രത്തിനെയാണ് കപ്പടെ എന്ന് പറയുന്നത്. സബ് ലേയായെ എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സമരം ചെയ്യാൻ അറിഞ്ഞപ്പോൾ എന്തൊക്കെയാ? ഉസ്കേലിയെ ഖാന അവൾക്ക് വേണ്ടി ഖാന ഭക്ഷണം, പാനി വെള്ളം, സ്റ്റൗ കുക്ക് ചെയ്യാനുള്ള സ്റ്റൗ, കിതാബെ എന്താ പുസ്തകങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ, ഗദ്ദ മെത്ത, കമ്പൽ എന്താ പുതപ്പ് കമ്പിളി പുതപ്പ്, കപ്പടെ വസ്ത്രങ്ങൾ, സബ് ലേയ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. ശുക്രിയ. അപ്പോൾ ശുക്രിയ എന്ന് വെച്ചാൽ എന്താ? നന്ദി. അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ അവൾക്ക് എന്താ? നന്ദി പറയണമല്ലോ അവരോട്. ലടുക്കി ചഹ്ചഹായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു മധുരമുള്ള ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ മധുരമുള്ള സ്വരത്തിൽ പറഞ്ഞു. ചഹ്ചഹാന എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള സ്വരത്തിൽ പറയുക. അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോട് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. उसने चिड़ियों की तरह എന്താണ് ചിടിയോं की तरह എന്ന് വെച്ചാൽ കിളികളെ പോലെ, അവൾ കിളികളെ പോലെ പേടിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ अपना घोंसല എന്ന് വെച്ചാൽ കൂട്, घोंसല എന്ന് വെച്ചാൽ എന്താ? കൂട് എന്നർത്ഥം. घोंसല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് ബനാലിയ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സാധാരണ കിളികളാണല്ലേ മരത്തിൻ്റെ മേലെ താമസിക്കുന്നത്, കൂട് കൂട്ടുകയും താമസിക്കുകയും ചെയ്യുന്നത്. ഇതാദ്യമായിട്ട് എന്താ? ഒരു പെൺകുട്ടി മരത്തിൻ്റെ മേലെ താമസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഉസ്നെ ചിടിയോं की तरह അവൾ പക്ഷികളെ പോലെ തന്നെ പേട് പെർ മരത്തിന് മുകളിൽ, പിന്നെ ഗോംസല തൻ്റെ വീട്, കൂട് നിർദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ടെൻ്റ് അടിച്ചിട്ടാണ് താമസിക്കുന്നത് അല്ലേ? തൻ്റെ കൂട് നിർമ്മിച്ചിരുന്നു ബനാലിയ.
ബാരിഷ് ആയി, സർദി ആയി, ഭയങ്കർ ആന്തി തൂഫാൻ ആയേ, ബർഫ് പടി. അല്ല, എന്തൊക്കെയാണ് വന്നത്? ബാരിഷ് ആയി എന്ന് വെച്ചാൽ മഴ വന്നു, സർദി ആയി എന്ന് വെച്ചാൽ തണുപ്പ് വന്നു, ഭയങ്കർ ആന്തി തൂഫാൻ അല്ലേ, വലിയ ഭയങ്കരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ആന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്, തൂഫാൻ എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ് ആയേ അല്ലേ, ഇതൊക്കെ വന്നു. ബർഫ് പടി, പിന്നെ എന്താ, മഞ്ഞുകാലത്ത് മഞ്ഞും പൊഴിഞ്ഞു. पर पेड़ ने उसको बचाए रखा और लड़की पेड़ को भी അല്ലേ. പക്ഷേ എന്താ, പേടിനെ ലടുക്കിക്കോ അല്ലേ, മരം എന്ത് ചെയ്തു, ആ പെൺകുട്ടിയെ എന്താ കാത്തു രക്ഷിച്ചു. ബച്ചായ എന്ന് വെച്ചാൽ രക്ഷിച്ചു, ബച്ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കുക, ബച്ചായി രക്ക എന്ന് വെച്ചാൽ രക്ഷിച്ചു നിർത്തി. ലടുക്കീനെ പേടുക്കോ അല്ലേ, ആ പെൺകുട്ടിയാകട്ടെ മരത്തിനെയും രക്ഷിച്ചു നിർത്തി. എന്നിട്ടോ, കഹാനി പഠിക്കർ സുനാओ. कभी लड़की पेड़ से पूछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. हट्टे कट्टे आदमियों के सेठ ने अजीबो गरीब तरकीबें लाई. कभी पेड़ के नीचे लाउडस्पीकर पर तेज़ शोर मचाया, कभी पेड़ के ऊपर हेलीकॉप्टर उड़ा उड़ाकर लड़की को रात रात भर जगाए रखा. तुम हमारी दोस्ती कभी नहीं तोड़ पाओगे, लड़की बुलंद आवाज़ में उन्हें कहती. എന്താ പറയുന്നത്, കഹാനി പഠിക്കർ സുനാവു. അപ്പോൾ ഈ കുട്ടി ഇടയ്ക്കെന്താ പേടിനോട് അല്ലെ മരത്തിനോട് ചോദിക്കുകയാണ്, കഹാനി പഠിക്കർ സുനാവു, ഞാൻ നിനക്ക് കഥകൾ കേൾപ്പിച്ച് തരട്ടെ. കഹാനി പഠിക്കർ, കഥ വായിച്ചിട്ട് സുനാവു കേൾപ്പിച്ച് തരട്ടെ അല്ലേ. കബി ലഡ്ക്കി പേട് സേ പൂച്ച്തി, എന്താ എപ്പോഴൊക്കെയോ ലഡ്ക്കി പെൺകുട്ടി പേട് സേ പൂച്ച്തി മരത്തിനോട് ചോദിക്കുന്നു. തോ അപ്പോൾ, കബി പേട് എന്താ പലപ്പോഴും മരം എന്ത് ചെയ്യുന്നു, ലഡ്ക്കിക്കോ അപ്നെ പത്തോം സേ ഹവാ കാ ബഹത്ത രാഗ് സുനാത്ത. ലഡ്ക്കിക്കോ കുട്ടിക്ക് പെൺകുട്ടിക്ക് അപ്നെ പത്തോം സേ തൻ്റെ ഇലകളിൽ നിന്നും ഹവാ കാ ബഹത്ത കാറ്റിൻ്റെ ഒഴുകുന്ന രാഗ് സുനാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റെ ഒഴുകുന്ന രാഗം കേൾപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ, കവി വേറെ ആരും ഇല്ലല്ലേ, അവിടെ മരവും പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടി കഹാനി പഠിക്കർ സുനാവും എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഥ കേൾപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പേടെന്ത് ചെയ്യും, തൻ്റെ ഇലകളിലൂടെ കാറ്റ് ഒഴുകുന്നത് അപ്പനെ പത്തോം സേ ഹവാ കാ ബഹത്ത രാഗ് സുനാത്ത അല്ലേ, കാറ്റ് ഒഴുകുന്ന രാഗം കേൾപ്പിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ കാറ്റിലിങ്ങനെ ഇലകൾ ഇങ്ങനെ ആടുന്ന സൗണ്ട് അല്ലേ കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് നിൻ്റെ കഥകൾ എന്ന് പറഞ്ഞിട്ട് തലയാട്ടുന്നത് പോലെ തോന്നും അല്ലേ. അതാണിവിടെ പത്തോം സേ ഹവാ കാ ബഹത്ത രാഗു സുനാത്ത, ഇലകളിൽ നിന്നും പൊഴിയുന്ന കാറ്റിൻ്റെ ഒഴുകുന്ന എന്താ ഈണം കേൾപ്പിച്ചു കൊടുക്കുന്ന വെച്ചാൽ അതാണ് അർത്ഥം. हट्टे कट्टे आदमियों के सेठ ने, हट्टे कट्टे आदमियों के सेठ ने എന്ന് വെച്ചാൽ എന്താ, ഹട്ടേ കട്ടെ എന്ന് വെച്ചാൽ ആ ബലമുള്ള എന്താ ആൾക്കാരുടെ സേട്ട്, അവരുടെ മുതലാളി, ഒരു സേട്ട് ഉണ്ട് അവർക്ക്. ഹട്ടേ കട്ടെ എന്ന് വെച്ചാൽ ബലവാനായിട്ടുള്ള, ആത്മീയം എന്ന് വെച്ചാൽ ആളുകൾ, കെ സേട്ടിനെ എന്താ അവരുടെ മുതലാളി ചെയ്തു. അജീബോ ഗരീബ് തകരീബെ ലഗായി. അജീബോ ഗരീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അജീബോ ഗരീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രമായിട്ടുള്ള, വളരെ വിചിത്രമായ. തകരീബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യന്ത്രങ്ങൾ. തകരീബോ എന്ന് വെച്ചാൽ യന്ത്രങ്ങൾ. അജീബോ ഗരീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വിചിത്രമായിട്ടുള്ള. തകരീബോ എന്ന് വെച്ചാൽ യന്ത്രങ്ങൾ എന്ത് ചെയ്തു,
ലഗായി കൊണ്ടുവന്നു അല്ലേ, കൊണ്ടുവന്നു. കബി പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ. അവർ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു, പേടുക്കെ നീച്ചെ, കബി പേടുക്കെ നീച്ചെ. പലപ്പോഴും പേടുക്കെ നീച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ താഴെ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ഊപ്പർ എന്ന് വെച്ചാൽ മേലെ. ലൗഡ് സ്പീക്കർ പർ, എന്താ ലൗഡ് സ്പീക്കർ കൊണ്ടുവന്നിട്ട് തേസ് ഷോർ മച്ചായ, ഭയങ്കര സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി. കബി പേടുക്കെ ഊപ്പർ, എന്നിട്ട് എന്ത് ചെയ്തു, കബി പേടുക്കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാ ഉടാക്കർ ഉസ് ലड़की को रात रात भर जगाए. കബി പേടുക്കെ ഊപ്പർ, പലപ്പോഴും എന്താ പേടുക്കെ ഊപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ, ഹെലികോപ്റ്റർ ഉടാ ഉടാക്കർ, ഹെലികോപ്റ്റർ പറത്തിയിട്ട് അല്ലേ, പറപ്പിച്ചിട്ട്, ഉടിനാന്ന് വെച്ചാൽ പറക്കുക അല്ലേ, ഉടാ ഉടാക്കർ, ഉടാനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറപ്പിക്കുക അല്ലേ, ഉടാ ഉടാക്കർ പറപ്പിച്ചിട്ട്, ലड़ക്കിക്കോ രാത്ത് രാത്ത് ഭർ, ആ പെൺകുട്ടിയെ പാതിരാത്രി ആണെങ്കിൽ പോലും അല്ലേ, രാത്രി മുഴുവനും അല്ലേ, രാത്രി ഭർ, രാത്രി നിറയെ എന്താ ജഗായരക്ക, ഉണർത്തി വെച്ചു അല്ലേ. ഉണർത്തി വെക്കാന്ന് വെച്ചാൽ ഒട്ടും ഒരു തരത്തിലും എന്താ സൗകര്യം കൊടുത്തില്ലല്ലേ ഇവർ. രാത്രിയും പാതിരാത്രിയും ഒക്കെ വന്നിട്ട് ഹെലികോപ്റ്റർ പറപ്പിക്കുകയും പിന്നെ ഭയങ്കര ലൗഡ് സ്പീക്കർ കൊണ്ടുവന്ന് സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ആകെ ബുദ്ധിമുട്ടിച്ചു അല്ലേ ഇവർ. അതാണ് പറഞ്ഞത്, हट्टे कट्टे आदमियों के सेठ ने അജീബോ ഗരീബ് തർക്കീബേ ലായ, വിചിത്രമായ യന്ത്രങ്ങൾ കൊണ്ടുവന്നു ആദ്യം. കബി പേടുക്കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ, പലപ്പോഴും എന്താ താഴെ വീടിൻ്റെ താഴെ എന്ത് ചെയ്തു, ലൗഡ് സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര ഒച്ചപ്പാടാക്കി വെച്ചു. പിന്നെയോ കബി പേടുക്കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാക്കർ ലड़की को രാത്ത് രാത്ത് പർ ജഗായെ രക്ക, രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിച്ചില്ല, ഇങ്ങനെ ഹെലികോപ്റ്റർ പറത്തിച്ചിട്ട് ഉറങ്ങാനും വിട്ടില്ല അല്ലേ രാത്രിയിൽ. തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവുകെ, അപ്പോൾ പെൺകുട്ടി സ്ട്രോങ് ആണല്ലേ, അപ്പോൾ പറയാണ് നിങ്ങൾ ഹമാരി ദോസ്തി, ഞാനും ഈ മനവും തമ്മിലുള്ള ദോസ്തി എന്താ സൗഹൃദം, കബി നെഹി തോട് പാവുങ്കി, കബി നെഹി എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല, തോട് പാവുങ്കെ മുറിക്കാൻ കഴിയില്ല അല്ലേ, തോടിനാന്ന് വെച്ചാൽ മുറിക്കുക, നിങ്ങൾക്കൊരിക്കലും ഞാനും മരവും തമ്മിലുള്ള സൗഹൃദം മുറിക്കുവാൻ കഴിയില്ല, അതാണ് തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവുങ്കെ. ലड़की ബുലന്ദ് ആവാസ് മേ ഉൻഹെ കഹത്തി, അപ്പോൾ ലड़की ആ പെൺകുട്ടി ബുലന്ദ് മെല്ലെ എന്ത് ചെയ്യും, ആവാസ് മേ ചെറിയ സ്വരത്തോടു കൂടി, പതിഞ്ഞ സ്വരത്തോടു കൂടി, ബുലന്ദ് ആവാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്വരത്തിൽ ഉന്നെ കയറ്റി അവരോട് പറയുന്നുണ്ട്. ഇവിടെ മേലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തും കുട്ടി അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പറയും, ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും തലകുത്തി മറിഞ്ഞോളൂ, എന്നാലും പറ്റില്ല അല്ലേ.